അഡ്വക്കേറ്റ് കെ സരുൺകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് കെ സരുൺകുമാർ, സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തിടുക്കപ്പെട്ട് ഈ സംഭവത്തെ ലഘൂകരിച്ച് നിസാരവൽക്കരിച്ച് ന്യായീകരിക്കാൻ നടത്തിയ ശ്രമമാണോ യഥാർത്ഥത്തിൽ തിരിച്ചടിയായത്? അത് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് പ്രതിപക്ഷം ഈ അപകടത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ്. അങ്ങനെയാണോ? 12 വർഷം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4 വർഷം, ആ പുതിയ കെട്ടിടത്തിലേക്ക് 12 വർഷമായി ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടത്തിലെ രോഗികളെയോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിനെയോ പൂർണ്ണമായി മാറ്റിയിരുന്നില്ല. ഇന്നലെ തിടുക്കപ്പെട്ട് വൈകുന്നേരത്തോടു കൂടി ഇതെല്ലാം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2024 ഡിസംബറിൽ തന്നെ ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു കളയാനുള്ള ഉത്തരവ് കിട്ടിയതാണ്. പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നു. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുന്നതിലാണ് താമസം നേരിട്ടത്. എൻ്റെ ഈ 2 ചോദ്യങ്ങൾ, ഇതൊരു വലിയ വീഴ്ചയല്ലേ? സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും വീഴ്ചയാണ്. ഞാൻ സൂപ്രണ്ടിനെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം ഒരു മികച്ച ഹൃദ്രോഗ വിദഗ്ധനാണ്. അദ്ദേഹം ക്രൈസിസ് മാനേജ് ചെയ്യേണ്ട ഒരാളെയല്ല, അത് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇപ്പോൾ അന്വേഷണം നടത്തുന്നതോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായ കളക്ടർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. വീഴ്ച കണ്ടെത്താൻ പറ്റുമോ? അപ്പോൾ എനിക്കറിയേണ്ട ഈ 2 ചോദ്യങ്ങൾ, ഒന്ന്, ഇതിനായിട്ട് വീഴ്ച വന്നത് ഈ ലഘൂകരിച്ച് ന്യായീകരിക്കാൻ നടത്തിയ വ്യഗ്രതയാണോ? 2, പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നതിലുള്ള കുറ്റകരമായ അനാസ്ഥ 12 വർഷം അൺഫിറ്റായി കെട്ടിടത്തിൽ രോഗികളെ ചികിത്സിച്ചു എന്നതല്ലേ അരുൺ? ഇതിൽ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഈ ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മകളുടെ ചികിത്സയുടെ ഭാഗമായി മകളെ പരിചരിക്കാൻ പോയി നിൽക്കുന്നു. ബാത്റൂമിൽ പോകാനായിട്ട് പ്രവർത്തനരഹിതമായി താഴെയെല്ലാം പൂട്ടിട്ട് അടച്ചു പൂട്ടിയിരിക്കുന്ന കെട്ടിടത്തിന്റെ ബാത്റൂം സൗകര്യം പ്രയോജനപ്പെടുത്താൻ പോകുന്നു. പെട്ടെന്ന് കെട്ടിടം തകർന്നു വീഴുകയും അതിൽ സ്ലാബ് തലയിൽ ഇടിച്ച് തൽക്ഷണം മരിച്ചു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. കാരണം ഇത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവം തന്നെയാണ്. ഇതിന്റെ പ്രാധാന്യം ഒരു ഘട്ടത്തിൽ പോലും കുറച്ചു കണ്ടിട്ടില്ല. ആരോഗ്യമന്ത്രി ആയാലും മിനിസ്റ്റർ വാസവനായാലും പെട്ടെന്ന് തന്നെ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ സഡൻലി അവിടെ നിലവിലില്ല, അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ തന്നെ പത്രക്കാർ ചോദിക്കുന്നു, മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ആ പറയുന്ന വിവരങ്ങളിലൊന്നും ഒരു തരത്തിലും താഴെ ഈ പരിക്ക് പറ്റി ആരും കിടക്കുന്നില്ല എന്ന രൂപത്തിൽ ക്ലാരിറ്റിയോടൊന്നും അവർ പറയുന്നില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്. ഇപ്പൊ JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്നാണ് വാസവൻ മിനിസ്റ്റർ പറഞ്ഞത്. അതുപോലെ മറ്റാരും അവിടെ ഉള്ളതായി നിലവിൽ അറിയില്ല. മറ്റു മിഷനുകൾ കൂടി എത്തി പരിശോധന നടത്തി നോക്കട്ടെ എന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം അവിടെ അടക്കം ഉള്ള അവിടെ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചു. മന്ത്രി വാസവനാവട്ടെ മിനിസ്റ്റർ ആവട്ടെ പറഞ്ഞത് ഉപയോഗശൂന്യമായി പൂട്ടിക്കിടന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ആണെന്നാണ് പറഞ്ഞത്. അത് കള്ളമായിരുന്നു. 10ാമത്തെ വാർഡിലെ 2 ടോയ്ലറ്റ് ബ്ലോക്കുകൾ ശസ്ത്രക്രിയ നടത്തിയവർക്കും കൂട്ടിരിപ്പുകാർക്കുമായി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന കൂട്ടിരിപ്പുകാർ നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നതുമാണ്. അത് എന്തിനാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്. ഇല്ല 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 അതിലൊരു പ്രശ്നം, ഈ ബ്ലോക്കിന്റെ എല്ലാം താഴെയുള്ള റൂമുകളുടെ ലോക്ക് ശരിക്കും കൃത്യമായി ലോക്ക് ചെയ്താണ്. താഴെ, അതായത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നോ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതിന്റെ ബാത്റൂം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാവിലെ ഉള്ള സമയമാണല്ലോ, അപ്പോൾ ആ തരത്തിൽ ആളുകൾ റഷ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ബാത്റൂം ഉപയോഗിക്കപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ താഴെ ഇത് ഉപയോഗിക്കുന്നതായിട്ടോ ഈ ബിൽഡിംഗ് ഉപയോഗിക്കുന്നതായിട്ടോ നമുക്ക് ബോധ്യപ്പെടില്ല. അത്തരത്തിൽ ബാത്റൂം ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന കാര്യത്തിലൊക്കെ 2 മിനിസ്റ്റേഴ്സ് അവിടെ ചെല്ലുന്നു. പെട്ടെന്ന് ജയകുമാർ അവിടുത്തെ സൂപ്രണ്ടന്റ് കൊടുക്കുന്ന വിവരം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമങ്ങളോട്, കൃത്യമായി മന്ത്രിമാർക്കുള്ള വിവരം കൊടുത്ത് ഞാനാണ് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിന്റെ ഉത്തരവാദിത്വം. ഏതെങ്കിലും തരത്തിൽ ഇവിടെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അവിടെ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട ചുമതല മന്ത്രിമാർക്ക് കൂടിയല്ലേ? ആ മന്ത്രിമാർ തന്നെ രക്ഷാപ്രവർത്തനത്തെ ലഘൂകരിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് അനാസ്ഥ എന്ന് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഗവൺമെന്റിന്റെ വലിയ വീഴ്ച നിങ്ങൾ പറഞ്ഞ 2ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഗവൺമെന്റിന്റെ വീഴ്ച, അങ്ങനെ നമുക്കൊരു വീഴ്ചയായിട്ട് ഇതൊരു ആക്സിഡന്റ് ആണ്. ഇപ്പോൾ അഹമ്മദാബാദിൽ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി, 275ഓളം പേർ മരണപ്പെട്ടു. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അത് വീഴ്ച എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് 12 വർഷമായി ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു സാർ.
ഞാൻ അതിലേക്ക് വരാമെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ അരുൺ. ഞാൻ പറയുന്ന വാക്കുകൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഭാഗമായി നിങ്ങൾ രാവിലെ മുതൽ ആവർത്തിക്കുന്നത് ഈ അപകടം ഗവൺമെന്റിന്റെ വീഴ്ച. പുതിയൊരു ബ്ലോക്ക് പണിയുന്നു, 194 കോടി രൂപ മുടക്കുന്നു, അതിൽ 8 നിലയുണ്ട്, 14 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അതുപോലെ 220ഓളം കിടക്ക, 526ഓളം മറ്റ് സൗകര്യങ്ങൾ, സർജിക്കൽ മറ്റ് സൗകര്യങ്ങൾ. ഇത്രയും വലിയ ബ്ലോക്ക്, അതിൽ മോക്ക് ഡ്രില്ല് നടത്തി കൃത്യമായിട്ടുള്ള ഫയർ പരിശോധന നടത്തി 1, 2, 3 ഘട്ടം പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഉദ്ഘാടനം നടത്താവൂ എന്ന് കോഴിക്കോട് ഒരു തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള പരിശോധന നടന്ന് കൃത്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ സജ്ജമാക്കി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസാന ശ്രമമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമം നല്ല രൂപത്തിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇത് ഉണ്ടായി, നമുക്കെല്ലാം അതിൽ വിഷമമുണ്ട്. ഇനി ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത്ര വലിയ വേദനയാണ് ആ കുടുംബത്തിനുണ്ടായത്. അതെല്ലാം നമ്മൾ ഇന്നലെ മുതൽ തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ ഒരു ഭാഗത്ത് പൊളിറ്റിക്കലായിട്ട് വലിയത് ഉപയോഗിക്കുന്നു. സംസ്ഥാനത്താകമാനം ആരോഗ്യ മേഖല വെന്റിലേറ്റർ ആണ് എന്ന രൂപത്തിലുള്ള ചർച്ച നടക്കുന്നു. അത് സ്വകാര്യ ആശുപത്രി ലോബികളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയമായാൽ, തകർക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ രോഗികൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ ഗുണം അതാത് പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികൾക്കുണ്ടാവും. ഇന്ന് തന്നെ നിങ്ങൾ ഒരു വാർത്ത വായിച്ചു കാണും പത്രങ്ങളിൽ. 10 ലക്ഷം രൂപ സ്വകാര്യ ആശുപത്രിയിൽ വേണ്ടിവരുമെന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ എറണാകുളത്ത് തന്നെ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിൽ കൃത്യമായി ഡോക്ടർമാർ അങ്ങോട്ട് വിളിച്ച് കാത്തിരുന്ന് 2.5 ലക്ഷം രൂപയുടെ മരുന്ന് സ്വയം കണ്ടെത്തി വെച്ച ആ ഓപ്പറേഷൻ നടത്തിയത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഒരു കുടുംബം പറഞ്ഞ വാർത്ത ഇന്ന് മാധ്യമങ്ങളിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ അത്ര മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിൽ 1 രൂപ ചെലവില്ലാതെ ചികിത്സ കിട്ടുമെന്ന് കരുതി പോയ ആളുകൾ 1.25 ലക്ഷം രൂപയുടെ കടക്കണിയിൽ ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നു. പഞ്ഞി മുതൽ സൂചി വരെയുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിപ്പിച്ചുവെന്ന് കൊല്ലത്ത് നിന്ന്, കിളിമാനൂരിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന് നിരവധി ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. അതും നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ കാര്യം, ഇപ്പോൾ നിർമ്മല സീതാരാമൻ തന്നെ ബജറ്റിന്റെ തലേദിവസം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ച ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ? ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 30 ലക്ഷം രോഗികൾക്കാണ്. അതായത് 12 പേരെ, കേരളത്തിന്റെ ജനസംഖ്യയിൽ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന നാടാണ് നമ്മുടെ കേരളം. 7000 കോടി രൂപയാണ് അതിന് മാറ്റിവെച്ചിരിക്കുന്നത്. അത് മാറ്റിവെച്ചത് അത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴും ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഒന്നാമതാണെന്ന് പറഞ്ഞു. കേന്ദ്രം പ്രഖ്യാപിച്ചാൽ നമ്മൾ 1ാമത് തന്നെയാണ്. 2ാമത് നിൽക്കുന്ന ആളെക്കാൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് ഈ 1ാമത് നിൽക്കുന്ന കേരളം. ആ നേട്ടങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ആർക്കാണ് തടസ്സം? അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ചിറ്റൂർ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഹോസ്പിറ്റൽ തന്നെയാണ്. ആ ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തില്ലേ? 7 നിലയുള്ള നിരവധി ഓപ്പറേഷൻ തിയേറ്ററുള്ള എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യ ഡയാലിസിസ് സെന്റർ വരെ നടപ്പാക്കുന്ന രീതിയാണ്. അപ്പൊ കുറവുകൾ നമുക്ക് പരിശോധിക്കാം, അത് പരിഹരിക്കാം, കൂട്ടായിട്ടുള്ള ചർച്ച വരാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറവ് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും, ആക്സിഡന്റ് വരുമ്പോഴേക്കും ആരോഗ്യ മേഖല മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ UDF പ്രതിനിധിയുണ്ട്. പ്രതിപക്ഷമാണ് ഈ ആരോപണം ഉയർത്തുന്നത്. നമുക്ക് ആ പ്രതിപക്ഷത്തിനോട് തന്നെ Debate with Dr. Arun Kumar.